യോശുവയുടെ പുസ്തകം 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. യാബിൻ എവിടുത്തെ രാജാവായിരുന്നു? ഹാസോർ രാജാവായിരുന്നു. യോശുവയുടെ കാലത്തെ മാദോൻ രാജാവ് ആരായിരുന്നു? യോബാബ്. യോശുവ ഏതെല്ലാം ദേശങ്ങൾ വിജയിച്ചു എന്നാണ് ഹാസോർ രാജാവായ യാബീൻ കേട്ടത്? കാദേശ് ബർന്നേയ മുതൽ ഗസ വരെയും, ഗിബയോൻ വരെയും, ഗോശൻ ദേശമൊക്കെയും. മറ്റു രാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി യോശുവയോടും ജനത്തോടും യുദ്ധം ചെയ്ത രാജാക്കന്മാർ ആരല്ല? അദോനി സേദേക്കും യാബീനും. യോശുവയും ഇസ്രായേൽ മക്കളും രാജാക്കന്മാരെ തോൽപ്പിച്ച് ദേശമെല്ലാം പിടിച്ചടക്കുന്നത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനടുത്ത് ആളയച്ചത് ആരാണ്? ഹാസോർ രാജാവായ യാബീൻ. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ എന്നിവരോട് കൂടെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വന്ന ഹാസോർ രാജാവ് ആര്? യാബീൻ. ഹിവ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? മിസ്പെ ദേശത്ത്, ഹെർമോന്റെ അടിവാരത്ത്. യാബീൻ ഇസ്രായേലിനെതിരെ അണിനിരത്തിയ സൈന്യത്തിന്റെ ശക്തി എന്തായിരുന്നു? കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യവും. യാബീന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അവർ പാളയമിറങ്ങിയത് എവിടെയായിരുന്നു? മോരോം തടാകത്തിനരികെ. യാബീന്റെ സൈനിക ശക്തിയെ എങ്ങനെ നശിപ്പിക്കുവാനാണ് യഹോവ യോശുവയോട് ആവശ്യപ്പെട്ടത്? കുതിരകളുടെ കുതിനരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം എന്നാണ് ആവശ്യപ്പെട്ടത്. യുദ്ധത്തിനായി മോരോം തടാകത്തിനരികെ എത്തിയവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടാൻ യോശുവയോട് പറഞ്ഞതാര്? യഹോവ. അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന്റെ മുമ്പിൽ ചത്തുവീഴുമാറാക്കും. ആര് ആരോട് പറഞ്ഞു? യഹോവ യോശുവയോട്. യോശുവയും പടജനവും എവിടെ വെച്ചാണ് യാബീന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിച്ചത്? മോരോം തടാകത്തിനരികെ. ഇസ്രായേൽ ജനം യാബീനെയും സൈന്യത്തെയും ഏത് മഹാൻ നഗരം വരെ ഓടിച്ചു? മഹാൻ നഗരമായ സീദോൻ വരെ. ഇസ്രായേൽ ജനം യാബീനെയും സൈന്യത്തെയും കിഴക്കോട്ട് എവിടെ വരെ ഓടിച്ചു? മിസ്പെ താഴ്വീതി വരെ. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, ഹിവ്യർ എന്നീ വിജാതീയ രാജ്യങ്ങളുടെ മൂലസ്ഥാനമായിരുന്ന രാജ്യമേത്? ഹാസോർ. യാബീനെ പരാജയപ്പെടുത്തി യോശുവ പിടിച്ചെടുത്ത ഹാസോർ ദേശത്തെ മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായ ദേശമായി. യോശുവ യാബീനെ എങ്ങനെയാണ് കൊന്നത്? വാൾ കൊണ്ട്. യോശുവ ഹാസോരിനെ എങ്ങനെയാണ് നശിപ്പിച്ചത്? തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു. എവിടെയുള്ള പട്ടണങ്ങളാണ് ഇസ്രായേലിയർ ചുട്ടുകളയാതിരുന്നത്? കുന്നുകളിലെ പട്ടണങ്ങൾ. ഇസ്രായേൽ ചുട്ടുകളഞ്ഞ വിജാതീയ രാജ്യങ്ങളുടെ മൂലസ്ഥാനമായിരുന്ന രാജ്യമേത്? ഹാസോർ. കുന്നുകളിലെ പട്ടണങ്ങളിലെ കൊള്ളയെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ എന്തു ചെയ്തു? ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. ഇസ്രായേൽ മക്കൾ തങ്ങൾക്കായി എടുത്ത കൊള്ളയൊക്കെയും കന്നുകാലികളും ഏതു ദേശങ്ങളിൽ ഉൾപ്പെട്ടവയായിരുന്നു? കുന്നുകളിലെ പട്ടണങ്ങളിലെ. ലബാനോൻ താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലബാനോൻ താഴ്വരയിലെ ഏതുവരെയുള്ള ദേശമാണ് യോശുവ യുദ്ധം ചെയ്ത് പിടിച്ചത്? ബാൽഗാദ് വരെയുള്ള ദേശം. എവിടം മുതൽ എവിടെ വരെയുള്ള ദേശമാണ് യോശുവ പിടിച്ചത്? സെയീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള
ലബാനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയുള്ള ദേശമാണ് യോശുവ പിടിച്ചത്. യുദ്ധം ചെയ്യാതെ ഒരു സഖ്യതയിൽ ഇസ്രായേലിന് ലഭിച്ച ദേശം ഏതായിരുന്നു? ഗിബയോൻ. ഹിവ്യർ ആരോടാണ് സഖ്യത ചെയ്തത്? ഇസ്രായേൽ മക്കളോടാണ് സഖ്യത ചെയ്തത്. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, ഹിവ്യർ തുടങ്ങിയ വിജാതിയർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെട്ടത് എന്തുകൊണ്ട്? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ യഹോവ സംഗതി വരുത്തിയതിനാലാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്. ആരും ശേഷിക്കാതെ പൂർണ്ണമായും സംഹരിക്കപ്പെട്ടവർ ആരായിരുന്നു? ഇസ്രായേൽ മക്കളുടെ ദേശത്തെ അനാക്യർ. എവിടെയെല്ലാമുള്ള അനാക്യരെയാണ് യോശുവ സംഹരിച്ചത്? മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രയേല്യ മലനാട് എന്നിവിടങ്ങളിലുള്ള അനാക്യരെയാണ് യോശുവ സംഹരിച്ചത്. മലനാടുകളിൽ നിന്നൊക്കെയും പട്ടണങ്ങളോടുകൂടെ അനാക്യരെ നിർമൂലമാക്കിയത് ആരാണ്? യോശുവ. എവിടെയെല്ലാമാണ് അനാക്യർ ശേഷിച്ചിരുന്നത്? ഗസയിലും ഗത്തിലും അസ്തോദിലുമാണ് അനാക്യർ ശേഷിച്ചിരുന്നത്. ദേശം മുഴുവനും പിടിച്ചെടുത്ത് ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തത് ആരാണ്? യോശുവ. യഹോവയുടെ വാഗ്ദാനം യോശുവ നിറവേറ്റി കനാൻ ദേശം കൈവശമാക്കിയെന്ന വിവരണം നൽകുന്ന വേദഭാഗം ഏതാണ്? യോശുവ 11 അധ്യായം 23 വാക്യം. യോശുവ ദേശത്തെ ഇസ്രായേലിന് എങ്ങനെയാണ് വിഭാഗിച്ചു കൊടുത്തത്? ഗോത്രവിഭാഗപ്രകാരമാണ് ഇസ്രായേലിന് യോശുവ ദേശത്തെ വിഭാഗിച്ചു കൊടുത്തത്. യഹോവ ആരോട് കൽപ്പിച്ചത് പ്രകാരമാണ് യോശുവ ദേശം മുഴുവനും പിടിച്ചത്? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയാണ് യോശുവ ദേശം മുഴുവനും പിടിച്ചത്. ഇസ്രായേൽ മക്കൾ യോർദാൻ അക്കരെ കിഴക്ക് എവിടെ മുതൽ എവിടം വരെയുള്ള രാജ്യങ്ങളാണ് കൈവശമാക്കിയത്? അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ മുഴുവനുമാണ് കൈവശമാക്കിയത്. കിഴക്ക് യോർദാൻ അക്കരെ ഇസ്രായേൽ സംഹരിച്ച തദ്ദേശ രാജാക്കന്മാർ വസിച്ചിരുന്നത് എവിടെയായിരുന്നു? അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബയിലുമാണ് തദ്ദേശ രാജാക്കന്മാർ വസിച്ചിരുന്നത്. ഇസ്രായേൽ മക്കൾ യോർദാൻ അക്കരെ സംഹരിച്ച തദ്ദേശ രാജാക്കന്മാർ ആരെല്ലാം? അമോര്യ രാജാവായ സീഹോൻ, ബാശാൻ രാജാവായ ഓഗ്. മോശയും ഇസ്രായേൽ മക്കളും കൂടെ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ ദേശങ്ങൾ ഏതെല്ലാം? അമോര്യയും ബാശാനും. അമോര്യ രാജാവായ സീഹോൻ പാർത്തിരുന്നത് എവിടെയാണ്? ഹെഷ്ബോനിലാണ് അമോര്യ രാജാവായ സീഹോൻ പാർത്തിരുന്നത്. ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവ് ആരായിരുന്നു? സീഹോൻ. അരാബയിലെ കടൽ ഏത്? ഉപ്പുകടൽ. മല്ലന്മാരിൽ ശേഷിച്ചവൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജാവ് ആരായിരുന്നു? ഓഗ് രാജാവ്. ഇസ്രായേൽ മക്കൾ ബാശാൻ രാജാവായ ഓഗിന്റെ ദേശം പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ മല്ലന്മാരിൽ ശേഷിച്ചവർ എവിടെയാണ് പാർത്തത്? അസ്തരോത്തിലും എദ്രയിലും. ഗശൂര്യരുടെയും മാക്കാത്യരുടെയും ദേശം വാണിരുന്ന രാജാവ് ആര്? ബാശാൻ രാജാവായ ഓഗ്. സീഹോൻ, ഓഗ് എന്നീ രാജാക്കന്മാരെ സംഹരിച്ചത് ആരായിരുന്നു? മോശയും ഇസ്രായേൽ മക്കളും. സീഹോൻ, ഓഗ് എന്നീ രാജാക്കന്മാരുടെ പ്രദേശങ്ങൾ അവകാശമായി ലഭിച്ച ഗോത്രങ്ങൾ ഏതായിരുന്നു? രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതി ഗോത്രം. യോർദാന്റെ കിഴക്ക് ഇസ്രായേലിനെ നയിച്ച നേതാവ് ആര്? യഹോവയുടെ ദാസനായ മോശ. യോർദാന്റെ പടിഞ്ഞാറ് ഇസ്രായേലിനെ നയിച്ച നേതാവ് ആര്? യോശുവ. 9 ഗോത്രങ്ങൾക്ക് യോശുവ അവകാശമാക്കി കൊടുത്ത ദേശങ്ങൾ ഏതെല്ലാം? ലബാനോൻ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സെയീരയിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് വരെയുള്ള ദേശങ്ങൾ.
യോർദാനക്കരെ എത്ര രാജാക്കന്മാരെയാണ് മോശ പരാജയപ്പെടുത്തിയത്? 2 രാജാക്കന്മാരെയാണ് മോശ പരാജയപ്പെടുത്തിയത്. യോർദാനിക്കരെ ഏതെല്ലാം ജാതികളുടെ ദേശമാണ് ഇസ്രായേലും യോശുവയും ജയിച്ചടക്കിയത്? ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ. യോശുവ പരാജയപ്പെടുത്തിയ ആദ്യ രാജാവ് ആരായിരുന്നു? എരിഹോ രാജാവ്. രാജാക്കന്മാരുടെ പട്ടികയിൽ യോശുവ ഒടുവിൽ പരാജയപ്പെടുത്തിയ രാജാവ് ആരായിരുന്നു? തിർസ രാജാവ്. യോർദാനിക്കരെ എത്ര രാജാക്കന്മാരെയാണ് യോശുവ പരാജയപ്പെടുത്തിയത്? 31 രാജാക്കന്മാരെയാണ് യോശുവ പരാജയപ്പെടുത്തിയത്. നീ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു? യഹോവ യോശുവയോട്. വയസ്സ് എന്ന യോശുവയോട് യഹോവ അറിയിച്ച കാര്യം എന്തായിരുന്നു? നീ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട് എന്ന കാര്യം. വയസ്സ് ചെന്ന യോശുവയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന അധ്യായം ഏതാണ്? 13-ാമത്തെ അധ്യായം. ഇസ്രായേൽ ഇനി കൈവശമാക്കുവാനുള്ള മിസ്രൈമിന്റെ കിഴക്ക് ദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ഫെലിസ്ത്യ, ഗശൂര്യ ദേശങ്ങൾ. ഇസ്രായേൽ കൈവശമാക്കേണ്ടതും കനാന്യർക്കുള്ളതെന്ന് എണ്ണിവരുന്നതുമായ ഫെലിസ്ത്യ ദേശങ്ങൾ ഏതെല്ലാമാണ്? സീഹോർ മുതൽ വടക്കോട്ട് എക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യ ദേശങ്ങൾ. മിസ്രൈമിന്റെ കിഴക്കുള്ള ദേശം ഏത്? സീഹോർ. എത്ര ഫെലിസ്ത്യ പ്രഭുക്കന്മാരാണ് പട്ടികയിലുള്ളത്? 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാർ. ഏതെല്ലാം ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേശമാണ് ഇസ്രായേൽ കൈവശമാക്കണമെന്ന് യഹോവ പറഞ്ഞത്? ഗസാത്യൻ, അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യൻ. കീഴടക്കാൻ ബാക്കിയുള്ള ദേശങ്ങളെക്കുറിച്ച് യോശുവയ്ക്ക് യഹോവ നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ഇസ്രായേലിന് അത് അവകാശമായി വിഭാഗിക്കുക എന്ന നിർദ്ദേശം. യോശുവ പിടിച്ചടക്കുന്ന ദേശം എത്ര ഗോത്രങ്ങൾക്കാണ് വിഭാഗിക്കേണ്ടത്? 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും. ദേശം 12 ഗോത്രങ്ങൾക്കായി വിഭാഗിക്കാതെ 9.5 ഗോത്രങ്ങൾക്ക് മാത്രമായി വിഭാഗിച്ചത് എന്തുകൊണ്ടാണ്? 2.5 ഗോത്രങ്ങൾക്കും മോശ യോർദാനക്കരെ ദേശം അവകാശമായി കൊടുത്തിരുന്നു. 2.5 ഗോത്രം എന്നത് രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ആരെക്കുറിച്ചാണ് അസ്തോരോത്തിലും എദ്രയിലും വാണവനും മല്ലന്മാരിൽ ശേഷിച്ചവനുമായവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ബാശാനിലെ ഓഗ് രാജാവിനെ കുറിച്ച്. ഇസ്രായേൽ മക്കൾ അവരുടെ ഇടയിൽ നിന്നും നീക്കിക്കളഞ്ഞത് ആരെയെല്ലാമാണ്? ഗശൂര്യരെയും മാക്കാത്യരെയും. ഏത് ഗോത്രത്തിനാണ് ദേശത്ത് അവകാശം കൊടുക്കാതിരുന്നത്? ലേവി ഗോത്രത്തിന്. എന്താണ് ലേവി ഗോത്രത്തിന് ലഭിച്ച അവകാശം? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ. അമോര്യ രാജാവായ സീഹോന്റെ രാജ്യം ആർക്കാണ് അവകാശമായി നൽകിയത്? രൂബേൻ ഗോത്രത്തിന്. മോശ ഓരോ ഗോത്രത്തിനും ദേശം അവകാശമായി കൊടുത്തത് എങ്ങനെയായിരുന്നു? കുടുംബം കുടുംബമായി. മോശ സംഹരിച്ച അമോര്യ രാജാവായ സീഹോന്റെ രാജ്യം അവകാശമായി ലഭിച്ച ഗോത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? രൂബേൻ, ഗാദ് ഗോത്രങ്ങൾ. മോശ സംഹരിച്ച മിദ്യാന്യ പ്രഭുക്കന്മാർ ആരെല്ലാമാണ്? ഏവി, രേക്കം, സൂർ, ഹൂർ, രേബ എന്നീ പ്രഭുക്കന്മാർ. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരുടെ കൂട്ടത്തിൽ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ബെയോരിന്റെ മകനായ ബിലയാമിനെ കുറിച്ച്. യോർദാൻ അതിർ ആയിരിക്കുന്ന ഗോത്രങ്ങൾ ഏതെല്ലാം? രൂബേൻ, ഗാദ് ഗോത്രങ്ങൾ. സൂക്കോത്ത് ആർക്കാണ് അവകാശമായി ലഭിച്ചത്? ഗാദ് ഗോത്രത്തിന്. മോശ സംഹരിച്ച ഓഗിന്റെ രാജ്യം അവകാശമായി ലഭിച്ച ഗോത്രം ഏതായിരുന്നു? മനശ്ശെയുടെ പാതി ഗോത്രം. 60 പട്ടണങ്ങൾ ലഭിച്ച ഗോത്രം ഏതായിരുന്നു? മനശ്ശെയുടെ പാതി ഗോത്രം. അസ്താരോത്ത്, എദ്രെയി എന്നീ പട്ടണങ്ങൾ ആർക്കാണ് അവകാശമായി ലഭിച്ചത്? മനശ്ശെയുടെ പാതി ഗോത്രത്തിന്.
ആരുടെ മകനാണ് മാക്കീർ? മനശ്ശെയുടെ മകൻ. മനശ്ശെയുടെ പാതി ഗോത്രത്തിനുള്ള അവകാശം മോശ ആരുടെ മക്കൾക്കാണ് അവകാശമായി നൽകിയത്? മനശ്ശെയുടെ മകനായ മാക്കീരിന്റെ മക്കൾക്ക്. മോശ എരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരെ രൂബേന്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശം ഭാഗിച്ചു കൊടുത്തത് എവിടെ വെച്ചാണ്? മോവാബ് സമഭൂമിയിൽ വെച്ച്. ലേവി ഗോത്രത്തിന് ആരായിരുന്നു അവരുടെ അവകാശം? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. ലേവി ഗോത്രത്തിന് മോശ അവകാശം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് താൻ തന്നെ അവരുടെ അവകാശമെന്ന് കൽപ്പിച്ചിരുന്നതുകൊണ്ട്. കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തത് ആരെല്ലാമായിരുന്നു? പുരോഹിതനായ ഏലയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുത്തത് എങ്ങനെ? യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ചീട്ടിട്ട്. എത്ര ഗോത്രങ്ങൾക്കാണ് യോശുവ ദേശം വിഭാഗിച്ചു കൊടുത്തത്? 9 ഗോത്രങ്ങൾക്ക്. കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തത് എങ്ങനെയായിരുന്നു? 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ട് വിഭാഗിച്ചു കൊടുത്തു. ആര് കൽപ്പിച്ചതുപോലെയാണ് കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി കൊടുത്തത്? മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ. 2.5 ഗോത്രങ്ങൾക്ക് മോശ അവകാശം കൊടുത്തത് എവിടെയാണ്? യോർദാൻ അക്കരെ. യോർദാൻ അക്കരെ അവകാശം ലഭിച്ച ഗോത്രങ്ങൾ എത്ര? അവ ഏതല്ല? 2.5 ഗോത്രങ്ങൾക്കാണ് അവകാശം ലഭിച്ചത്. അവ രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതി ഗോത്രം. ആരുടെ മക്കളെയാണ് 2 ഗോത്രങ്ങളായിട്ട് പരിഗണിച്ചത്? ഗോത്രങ്ങൾ ഏതല്ല? യോസഫിന്റെ മക്കളെയാണ് 2 ഗോത്രങ്ങളായിട്ട് പരിഗണിച്ചത്. ഗോത്രങ്ങൾ മനശ്ശെ, എഫ്രൈം. ദേശത്തിൽ ഓഹരി ഒന്നും ലഭിക്കാതിരുന്ന ലേവി ഗോത്രത്തിന് ലഭിച്ചത് എന്തല്ല? ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളുമാണ് ലഭിച്ചത്. കാലേബ് ആരുടെ മകനായിരുന്നു? കെനിസ്യനായ യഹൂന്നയുടെ മകൻ. ഗിൽഗാലിൽ വെച്ച് യോശുവയോട് തന്റെ അവകാശം ചോദിച്ച ഇസ്രായേലിയൻ ആരായിരുന്നു? കാലേബ്. കാലേബിന്റെ ഗോത്രം ഏതായിരുന്നു? യഹൂദ ഗോത്രം. കാലേബിന് ശേഷം വാഗ്ദാനം നൽകുമെന്ന് മോശ പറഞ്ഞത് എവിടെ വെച്ചായിരുന്നു? കാദേശ് ബർന്നയിൽ വെച്ച്. യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. ആര് ആരോട് പറഞ്ഞു? കാലേബ് യോശുവയോട്. ദൈവപുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? മോശയെക്കുറിച്ച്. കാദേശ് ബർന്നയിൽ വെച്ച് ദൈവപുരുഷനായ മോശയോട് യഹോവ 2 പേരെ കുറിച്ച് പറഞ്ഞു എന്ന് കാലേബ് പറയുന്നവർ ആരെല്ലാം ആയിരുന്നു? യോശുവയും കാലേബും. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ കാലേബിനെ അയച്ചപ്പോൾ അവൻ എത്ര വയസ്സായിരുന്നു? 40 വയസ്സ്. മോശ എവിടെ നിന്നാണ് ദേശത്തെ ഒറ്റുനോക്കുവാൻ കാലേബിനെ അയച്ചത്? കാദേശ് ബർന്നയിൽ നിന്ന്. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച മറ്റുള്ളവരുടെ പ്രതികരണം ജനത്തിന് എന്തു വരുത്തി എന്നായിരുന്നു യോശുവയോട് കാലേബ് പറഞ്ഞത്? ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നവൻ ആര്? കാലേബ്. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും. ആര് ആരോട് പറഞ്ഞു? മോശ കാലേബിനോട്. കാലേബ് യോശുവയോട് അവകാശം ചോദിക്കുമ്പോൾ അവൻ എത്ര വയസ്സായിരുന്നു? 85 വയസ്സ്. ഞാൻ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു എന്ന് കാലേബ് സാക്ഷ്യം പറഞ്ഞത് ആരോടാണ്? യോശുവയോട്. കാലേബിന് മോശ നൽകിയിരുന്ന സത്യം എന്തായിരുന്നു? നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്നുള്ള സത്യം.
നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് കാലേബിനോട് മോശ സത്യം ചെയ്തതിന്റെ കാരണം എന്തായിരുന്നു? ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. 85 വയസ്സുള്ള കാലേബ് തന്റെ ആരോഗ്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെയാണ്? മോശ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഹെബ്രോൻ മല അവകാശമായി ലഭിച്ചപ്പോൾ കാലേബിന് എത്ര വയസ്സായിരുന്നു? 85 വയസ്സ്. ഏത് ദേശമാണ് കാലേബ് അവകാശമായി ചോദിച്ചത്? ഹെബ്രോൻ മല. കാലേബിന് അവകാശമായി ലഭിക്കുമ്പോൾ ഹെബ്രോൻ മലയിൽ ആരാണ് പാർത്തിരുന്നത്? അനാക്യരാണ് പാർത്തിരുന്നത്. അനാക്യരെ എങ്ങനെ ഓടിച്ചു കളയുവാൻ തനിക്ക് കഴിയും എന്നാണ് യോശുവയോട് കാലേബ് പറയുന്നത്. യഹോവ അരുളി ചെയ്തതുപോലെ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അനാക്യരെ ഓടിച്ചു കളയുവാൻ കഴിയുമെന്നാണ് യോശുവയോട് കാലേബ് പറയുന്നത്. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ആരോട് പറഞ്ഞു? കാലേബ് അനാക്യരെ കുറിച്ച് യോശുവയോട്. കാലേബിന് അവകാശമായി യോശുവ നൽകിയ സ്ഥലം ഏത്? ഹെബ്രോൻ മല. ഹെബ്രോന്റെ പഴയ പേര് എന്തായിരുന്നു? കിര്യത്ത് അർബ. കിര്യത്ത് അർബ ആരുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അനാക്യരിൽ വെച്ച് അതിമഹാൻ ആയിരുന്ന അർബായുടെ പേരിൽ. തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത്ത് കുടുംബമായി ഓഹരി ലഭിച്ച ഗോത്രം ഏത്? യഹൂദ മക്കളുടെ ഗോത്രം. തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത്ത് ഏദോമിന്റെ അതിരായി കിടക്കുന്ന മരുഭൂമി ഏത്? സീൻ മരുഭൂമി. യഹൂദ ഗോത്രത്തിന് അവകാശമായി കിട്ടിയ ഓഹരിയുടെ തെക്കേ അതിർ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉപ്പുകടലിന് തെക്കുവശത്തുള്ള ഇടക്കടൽ മുതലാണ്. യഹൂദായുടെ കിഴക്കേ അതിർത്തി ഏതാണ്? ഉപ്പുകടൽ. യഹൂദായുടെ ഒരു അതിർത്തി രൂബേന്റെ ഏത് മകന്റെ അതിർത്തി കല്ലുവരെയായിരുന്നു? രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ. യെരുശലേം അവകാശമായി ലഭിച്ച ഗോത്രം ഏതാണ്? യഹൂദ ഗോത്രം. യെബൂസ്യഗിരി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? യെരുശലേം. കിര്യത്ത് യെയാരിമിന്റെ മറ്റൊരു പേര് എന്ത്? ബാല. യെയാരീം മലയുടെ മറ്റൊരു പേരെന്ത്? കെസാലോൻ. അനാക്കിന്റെ അപ്പന്റെ പേരെന്ത്? അർബ. കാലേബിന് ഓഹരിയായിട്ട് ലഭിച്ച ഹെബ്രോൻ ആരുടെ പട്ടണമായിരുന്നു? അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായിരുന്നു. യഹൂദ പിടിച്ചെടുത്ത അനാക്കിന്റെ പ്രദേശമേത്? ഹെബ്രോൻ. അനാക്കിന്റെ പുത്രന്മാർ ആരെല്ലാം? ശേഷായി, അഹീമാൻ, തൽമായി. കിര്യത്ത് സേഫേരിന്റെ മറ്റു പേരുകൾ എന്തെല്ലാം? ദെബീർ, കിര്യത്ത് സന്ന. കിര്യത്ത് സേഫേർ ജയിക്കുന്നവന് തന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞതാര്? കാലേബ്. യഹൂന്നയുടെ മകനായ കാലേബിന്റെ മകളുടെ പേരെന്ത്? അക്സ. തന്റെ അവകാശഭൂമി പിടിച്ചെടുക്കുന്നവന് മകളെ വിവാഹ വാഗ്ദാനം ചെയ്ത പിതാവ് ആര്? കാലേബ്. തന്റെ മകൾ അക്സായെ ആർക്ക് ഭാര്യയായി നൽകും എന്നായിരുന്നു കാലേബിന്റെ വാഗ്ദാനം? കിര്യത്ത് സേഫർ ജയിക്കുന്നവന്. കിര്യത്ത് സേഫർ ആരാണ് ജയിച്ചത്? ഒഥനിയേൽ. കാലേബിന്റെ സഹോദരന്റെ പേരെന്ത്? കെനസ്. കാലേബിന്റെ മരുമകന്റെ പേര്? ഒഥനിയേൽ. ഒഥനിയേലിന്റെ പിതാവിന്റെ പേര്? കെനസ്. അപ്പനോട് അനുഗ്രഹമായി നീരുറവകളെ ചോദിച്ച മകൾ ആര്? അക്സ. കാലേബ് തന്റെ മകൾക്ക് നീരുറവകൾ കൊടുത്തത് എവിടെയെല്ലാമാണ്? മലയിലും താഴ്വരയിലും. യഹൂദ ഗോത്രത്തിന് ഏദോമിന്റെ അതിർത്തിക്കരികെ
തെക്ക് മാത്രം എത്ര പട്ടണങ്ങൾ ലഭിച്ചു? 29 പട്ടണങ്ങൾ. ഹെബ്രോന്റെ മറ്റൊരു പേരെന്ത്? കിരിയത്ത് അർബ. ബാല ദേശത്തിന്റെ മറ്റു പേരുകൾ എന്തല്ല? കിരിയത്ത് യെയാരീം, കിരിയത്ത് ബാൽ. ആരെയാണ് ദേശത്തു നിന്ന് നീക്കിക്കളയുവാൻ യഹൂദ മക്കൾക്ക് കഴിയാതിരുന്നത്? യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ. യെബൂസ്യർ പാർത്തിരുന്ന സ്ഥലം ഏത്? യെരുശലേം. യോശുവയുടെ പുസ്തകം 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.